പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപാര ചുങ്കം പ്രഖ്യാപിച്ചു. 10% മുതൽ ചൈനയെ പോലുള്ള രാജ്യങ്ങൾക്ക് 54% വരെ. ട്രംപിന്റെയും മോദിയുടെയും ഉറ്റ സൗഹൃദത്തിനിടയിലും ഇന്ത്യയെയും വെറുതെ വിട്ടില്ല. അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് 26% താരിഫ് നമുക്കും ചുമത്തി. താരിഫ് ചുമത്തുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം ട്രംപ് ആവർത്തിച്ചതാണ്. അതേസമയം അതിന്റെ വ്യാപ്തിയും അത് നടപ്പാക്കുന്ന രീതിയും ആഗോള സമ്പദ് വ്യവസ്ഥയിലുടനീളം ആഘാതം സൃഷ്ടിക്കുകയാണ്. ആഗോള വ്യാപാരത്തിന്റെ പഴയ രീതി മരിച്ചുവെന്ന സന്ദേശം കൂടിയാണ് ഇത്. എന്നാൽ ട്രംപ് എന്തിനാണിത് ചെയ്യുന്നത്? 3 പ്രധാന കാരണങ്ങളുണ്ട്. അമേരിക്കയ്ക്ക് പല രാജ്യങ്ങളുമായുള്ള വ്യാപാര അസന്തുലിതാവസ്ഥയ്ക്ക് താരിഫ് ഉപകരണമാക്കുകയാണ് ട്രംപ്. ഉദാഹരണത്തിന്, ചൈനയിൽ നിന്ന് $440 ബില്യൺ സാധനങ്ങൾ US വാങ്ങുന്നുണ്ട്. എന്നാൽ ചൈന US നിന്ന് വാങ്ങുന്നത് $149 ബില്യൺ മാത്രം. US കമ്പനികൾക്ക് മെച്ചപ്പെട്ട ഇടപാടിന് അവസരമൊരുക്കാൻ താരിഫ് ഉപയോഗപ്പെടുത്തുക കൂടിയാണ് ട്രംപ്. കാറിന് ഇന്ത്യ 100% ഇറക്കുമതി ചുങ്കം ചുമത്തുന്നുണ്ട്. ഇത് US കമ്പനികളോടുള്ള അന്യായമാണെന്ന് ഡൊണാൾഡ് ട്രംപ് കരുതുന്നു. തീരുവ കുറയ്ക്കാൻ ഇന്ത്യൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നു. നിർമ്മാണ തൊഴിലുകൾ US തിരിച്ചു കൊണ്ടുവരാൻ ട്രംപ് താൽപര്യപ്പെടുന്നു. 90കൾ മുതൽ അമേരിക്കൻ നിർമ്മാണ രംഗം തകർച്ചയിലാണ്. നിർമ്മാണ ചെലവ് കുറയ്ക്കാനുള്ള ലക്ഷ്യത്തിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പോയി. എന്നാൽ അവശ്യ വസ്തുക്കൾക്ക് പോലും മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിയിലേക്കാണ് ഇതോടെ അമേരിക്ക എത്തിയത്. US പല മേഖലകളിലും ഫാക്ടറികൾ അടച്ചുപൂട്ടിയ സ്ഥിതിയായി. താരിഫ് ചുമത്തുമ്പോൾ നിർമ്മാണശാലകൾ സ്ഥാപിക്കാൻ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുക കൂടിയാണ് ട്രംപ് ചെയ്യുന്നത്. നിർമ്മാണ തൊഴിലുകൾ അമേരിക്കയിൽ കൂട്ടാനും ശ്രമിക്കുന്നു. ചില വിജയങ്ങൾ ഇക്കാര്യത്തിൽ ട്രംപിന് ഇതിനകം ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന്, $20 ബില്യൺ നിക്ഷേപം കഴിഞ്ഞ മാസം ഹ്യൂണ്ടായി പ്രഖ്യാപിച്ചത് US തൊഴിലവസരം കൂട്ടും. താരിഫ് വഴി $600 ബില്യൺ പ്രതിവർഷം സമാഹരിക്കാൻ ട്രംപ് ശ്രമിക്കുന്നു. നികുതി കുറയ്ക്കാൻ അത് അദ്ദേഹത്തെ സഹായിക്കും. അപ്പോൾ ഈ താരിഫിന്റെ ഫലം എന്തായിരിക്കും? താരിഫ് ചുമത്തുമ്പോൾ അത് കൊടുക്കേണ്ടി വരിക സാധാരണ നിലയിൽ ഉപയോക്താവായിരിക്കും. ഒട്ടുമിക്ക ഇറക്കുമതിക്കാരും വർദ്ധിച്ച ചെലവുകൾ ഉപയോക്താക്കളിലേക്ക് കൈമാറും. ചുരുക്കം ചിലർ അവരുടെ മാർജിൻ കുറച്ചെന്നും വരാം. US മെച്ചപ്പെട്ട വ്യാപാര ഉടമ്പടിയിൽ എത്തിച്ചേരുന്നതിന് ഇത് വഴിയൊരുക്കിയേക്കും. US നിർമ്മാണ മേഖലയിലെ തൊഴിലുകൾ തിരിച്ചെത്തിയേക്കും. ഏറ്റവും ആദ്യം സംഭവിക്കാൻ പോകുന്നത് സാധനങ്ങൾക്ക് ഉപയോക്താക്കൾ കൂടിയ വില നൽകേണ്ട സ്ഥിതിയാണ്. അത് ചെലവ് കൂടുതൽ ചുരുക്കാൻ അവരെ പ്രേരിപ്പിക്കും. സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. US സമ്പദ് വ്യവസ്ഥ മാന്ദ്യത്തിലേക്ക് നീങ്ങാൻ സാധ്യതകൾ ഇതിനകം തന്നെ കൂടുതലാണ്. തത്തുല്യ ചുങ്കം ചില രാജ്യങ്ങൾ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരിച്ചടി പ്രഖ്യാപനത്തിന് ഒരുക്കം കൂട്ടുകയാണ് മറ്റു ചിലർ. ഇത് ആഗോള വ്യാപാരത്തെ കൂടുതൽ ബാധിച്ചേക്കും. ഈ താരിഫുകൾ എത്ര കാലം തുടരുമെന്നതാണ് വലിയ ചോദ്യം. കാനഡയും മെക്സിക്കോയുമായുള്ള താരിഫ് നാടകങ്ങളിൽ പല കരണമറിച്ചിലുകൾ ഇതിനകം നാം കണ്ടു. പ്രവചിക്കാൻ കഴിയാത്ത സ്വഭാവക്കാരനായ ട്രംപ് എല്ലാവർക്കും ഊഹത്തിന് അവസരം നൽകുന്നു. മറ്റുള്ളവർ ഒഴിവാക്കിയേക്കാവുന്ന ഉറച്ച നടപടികൾ എടുക്കുവാൻ താൻ തയ്യാറാണെന്ന് വരുത്താൻ ശ്രമിക്കുന്നു. ഒരു കാര്യം തീർച്ചയാണ്, ഈ കഥയിൽ കൂടുതൽ വളവുതിരിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാം.